കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടി ആയിരിക്കുവാൻ കർത്താവ് നൽകുന്ന അവസരത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നാം കടന്നുപോകുന്ന ഈ വിഷമകരമായ സാഹചര്യത്തിൽ അല്പമൊരു ശാന്തതയും അല്പമൊരു സ്വൈര്യതയും കർത്താവ് നമുക്ക് നൽകിയതോർത്ത് കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്കാം. തുടർന്ന് ഈ രോഗബാധയുടെ സാധ്യത ഒഴിവാക്കത്തക്കതുപോലെ നാം വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സന്തോഷത്തോടും സ്വമനസാലെ അത് അനുസരിച്ചുകൊണ്ട് സ്വൈര്യ ജീവിതം, സുരക്ഷിതമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സമൂഹത്തിന് മുമ്പിൽ ദൈവമക്കൾ ആ മണ്ഡലത്തിലും വളരെ മാതൃകയായിരിക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സഭായോഗങ്ങളിൽ കൂടി വരുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള നിയന്ത്രണങ്ങൾ അധികാരികൾ വെച്ചിരിക്കുന്നത് നമ്മുടെയും കൂടെ ഗുണത്തിനാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ വരെ തുടർന്ന് വന്നിരുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും അല്ലെങ്കിൽ ഫോണിലൂടെയും മറ്റും വ്യക്തിപരമായി ബന്ധപ്പെട്ടും ആ കൂട്ടായ്മയുടെ ബന്ധം നിലനിർത്തുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിട്ടുണ്ടല്ലോ. ദൈവം തന്നിരിക്കുന്ന ഈ ഉപാധികൾ ഉപയോഗിച്ച് നാം ആ കൂട്ടായ്മ ബന്ധം നിലനിർത്തുവാനും അന്യോന്യം ഉത്സാഹിപ്പിക്കുവാനും ആത്മീയ കാര്യങ്ങൾ ഉത്സാഹിപ്പിക്കുവാനും നമ്മൾ ഉത്സാഹിക്കണം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, റോമാലേഖനം 13-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങട്ടെ എന്നുള്ള പ്രബോധനം പരിശുദ്ധാത്മ നമുക്ക് നൽകുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുഷിച്ച ഭരണാധികാരികൾ കൈയാളുന്ന ഈ ഭരണ സംവിധാനത്തിൽ ഒരു ദൈവപൈതൽ അതിനോട് എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഒരു ദൈവപൈതലിന് രാഷ്ട്രീയത്തിൽ ഇടപെടുവാൻ കഴിയുമോ, ഇലക്ഷന് നിന്ന് അധികാര കസേരയിൽ എത്തിച്ചേരുവാൻ അവൻ ഉത്സാഹിക്കണമോ, അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നീതിയായ മാർഗത്തിലൂടെ അധികാരത്തിലെത്തുവാൻ തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പലപ്പോഴും എതിരാളിയെ ചെളിവാരി എറിഞ്ഞും തെറ്റായ വഴികൾ ഉപയോഗിച്ചും ആ നിലയിലാണ് പലപ്പോഴും പലരും അധികാരത്തിലെത്തുന്നത്. ഒരു ദൈവപൈതലിന് അത് യോഗ്യമല്ല. അങ്ങനെയുള്ള ദോഷകരമായ വഴികളിലേക്ക് തിരിയാതെ തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ യുനാനിമസ്ലി ഏകപക്ഷീയമായി വേറെ എതിരാളി ആരുമില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യന്മാരായ ആളുകൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിൽ ഒരു അധികാരത്തിൽ എത്തുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് തീർച്ചയായിട്ടും കഴിയും. ഞാൻ വായിച്ചത് ഓർക്കുന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന അനുഗ്രഹീതനായ ദൈവദാസനെ രാഷ്ട്രീയ പാർട്ടികൾ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തെ സമീപിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ അവിടെയുള്ള ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും രണ്ട് പാർട്ടികളാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ആ രണ്ട് പാർട്ടിയിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യകണ്ഠേനയുള്ള പ്രസിഡൻ്റായി നിങ്ങൾ രംഗത്ത് വരണം. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ പറയുക, നിങ്ങൾ ഇലക്ഷനിൽ നിന്നാൽ ഇവിടെ ഇലക്ഷൻ ആവശ്യമില്ല, ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ഐക്യകണ്ഠേന നിങ്ങളെ പ്രസിഡൻ്റായി ഞങ്ങൾ തിരഞ്ഞെടുക്കുകയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നല്ല ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കസേരയിലേക്ക് തരം താഴാനോ, ഞാൻ അതിലും വളരെ ഉന്നതമായ ഒരു പദവിയിൽ ദൈവത്തിൻ്റെ അംബാസഡറായി സർവശക്തനായ ദൈവത്തിൻ്റെ നിത്യജീവൻ്റെ സന്ദേശം സമൂഹത്തെ അറിയിക്കുന്ന ഏറ്റവും ഉന്നതമായ ആ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ കസേരയിലേക്ക് ഞാൻ തരം താഴാനോ എന്ന് അദ്ദേഹം ചോദിച്ച് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, എത്ര സത്യമാണ്! ഒരു ദൈവപൈതലിന് ദൈവം നിയമിച്ചു കൊടുത്തിരിക്കുന്ന പദവി എത്ര ഉന്നതമാണെന്നറിയാമോ? ഉന്നതമായൊരു പദവി ദൈവം അവന് നിയമിച്ചു കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ വക്താവായി നിത്യജീവൻ്റെ വചനം പ്രസംഗിക്കുകയും ജീവിതം കൊണ്ടത് സാക്ഷ്യപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്ന പദവി. അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ അധികാരത്തിൽ വരിക എന്ന ചിന്ത പോലും ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. രാഷ്ട്രീയത്തെക്കുറിച്ച്
ഡോക്ടർ സാമുവൽ ജോൺസൺ എന്ന ആദ്യത്തെ ഡിക്ഷണറി എഴുതിയ ആൾ രാഷ്ട്രീയം എന്നുള്ളൊരു കൊടുത്ത ആ നിർവചനം ഞാനിപ്പോൾ പറയുമ്പോൾ ആർക്കും എന്നോട് ബുദ്ധിമുട്ട് തോന്നരുത്, എൻ്റെ അഭിപ്രായമല്ല. ഡോക്ടർ സാമുവൽ ജോൺസൺ എന്ന് പറഞ്ഞ ആദ്യത്തെ ഡിക്ഷണറി എഴുതിയ ദ ഫസ്റ്റ് ലെക്സിക്കോഗ്രാഫർ, അദ്ദേഹം ആദ്യത്തെ ഡിക്ഷണറി എഴുതിയ ആൾ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പൊളിറ്റിക്സ് അതിന് കൊടുത്ത അർത്ഥം ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദ സ്കൗണ്ട്രൽ എന്നാണ്. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയകേന്ദ്രമെന്നാണ്. എല്ലാവരെയും സംബന്ധിച്ച് ശരിയായിരിക്കില്ല. അത് എത്ര നാൾ മുമ്പാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ഇന്ന് അതിലെത്രയധികം അധപ്പതിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നല്ലവരായ ഭരണാധികാരികൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, യോഗ്യന്മാരായ ആളുകൾ അധികാരത്തിൽ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കാര്യത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ നമ്മൾ പ്രബുദ്ധ ജനതയായതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ആളുകൾ എത്ര തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാലും, എത്ര പണം വാരി എറിഞ്ഞാലും, എത്ര മോഹന വാഗ്ദാനങ്ങൾ തന്നാലും, നമ്മൾ പ്രബുദ്ധരായ ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് നമ്മൾ അതിനൊന്നും വശംവദരാകാതിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന കാര്യം തന്നെയാണ്. ആട്ടെ, മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. അപ്പോൾ ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദ സ്കൗണ്ടറിൽ നിന്ന് അന്ന് വിളിച്ചെങ്കിൽ ഇന്ന് അത് എത്രയധികം വഷളായിട്ടുണ്ടാകും. ആ നിലയിലേക്ക് അതിലേക്ക് നമ്മൾ അധപ്പതിക്കുവാൻ ഒരിക്കലും ഇടയാകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവനവൻ്റെ യോഗ്യതയെ എഴുന്നള്ളിക്കുക എന്നുള്ളതിനേക്കാൾ മറ്റവൻ്റെ അയോഗ്യതകൾ നിരത്തി കാണിച്ച് അവനെ താറടിച്ച് അവനെതിരെ അപവാദ പ്രചരണം നടത്തി ഇങ്ങനെയൊക്കെ ജയിച്ചു വരുന്ന ആ ഇലക്ഷൻ ഒരു ദൈവവേദന യോഗ്യമാണോ എന്നുള്ളത് ആദ്യം പരിശോധിക്കുക. അല്ല, അപ്പോൾ അങ്ങനെ ന്യായമായിട്ട് അടുത്ത ചോദ്യം വരും, അധികാരത്തിൽ വന്നാൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ഭരണ സംവിധാനം തന്നെ വഷളായി തീർന്നിരിക്കുമ്പോൾ ഒരുവന് നോക്കിയാലൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ ഒരുത്തൻ മാത്രം നോക്കിയാൽ ചിലപ്പോൾ അവൻ പുറത്താക്കപ്പെടുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിച്ച ശേഷം മാത്രമേ ഒരുവന് രാഷ്ട്രീയ അധികാര കസേരയിലേക്ക് കടന്നു കയറുവാനായി ഒരു ദൈവവേദൽ ചിന്തിക്കേണ്ടതുള്ളൂ. രണ്ടാമത് അവൻ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ന്യായമായിട്ട് അടുത്തൊരു ചോദ്യം ചോദിച്ചേക്കും, അപ്പോൾ എന്താ സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ പാടില്ലയോ? അപ്പോൾ സർക്കാരിൽ ജോലി ചെയ്യാമോ? സർക്കാരിൽ ജോലി ചെയ്യുന്നതിന് അത് ഒരു ദൈവവേദന യോഗ്യമാണോ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും സർക്കാരിൽ ജോലി ചെയ്യുവാൻ അവന് കഴിയും, ഒരു ദൈവവേദനയിൽ കഴിയും. കാരണം ദൈവത്തിനോ നിർമ്മല മനസാക്ഷിക്കോ വിരുദ്ധമായി, ദൈവവചനത്തിനോ നമ്മുടെ നിർമ്മല മനസാക്ഷിക്കോ വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്നാൽ അത് ചെയ്യരുത്. സമൂഹത്തിൽ ഇന്നും ഒരു നന്മയുടെ ഒരു ടെൻഡൻസിയുണ്ട്. നന്മ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ദുഷ്ടത എത്ര വലുതാണെങ്കിലും മനുഷ്യൻ 100% ദൈവബോധമില്ലാത്തവനായി അധപ്പതിച്ചിട്ടില്ല. ദ ഡിപ്രേവിറ്റി ഓഫ് മാൻ ഈസ് നോട്ട് 100%. 100% അവൻ ദൈവബോധത്തിൽ നിന്ന് അന്യപ്പെട്ടവനല്ല. സമൂഹത്തിൽ ഇന്നും സദ്ഗുണങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമൂഹം ഇന്നും നന്മയെ ഇന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അധികാരത്തിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ മനസാക്ഷിക്കും അതിനേക്കാൾ പ്രധാനമായി ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾക്കും വിരുദ്ധമായുള്ള ഒരു തീരുമാനവും ഒരു കാര്യവും ചെയ്യാനായി ആരവനെ പ്രേരിപ്പിച്ചാലും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയും. എത്രയോ പേരാണ് റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ഒക്കുകയില്ല, നിർബന്ധമാണ്. എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ദൈവപ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എത്രയോ നല്ലവരായ ആളുകൾ അധികാരത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവവചനത്തിനോ നിർമ്മല മനസാക്ഷിക്കോ വിരുദ്ധമായി ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തോടെ വേണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കേണ്ടത്. നിയമം അനുസരിക്കണം. പക്ഷേ നമ്മളൊരു കാര്യം മറന്നു പോകരുത്, റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ കീഴിലിരുന്ന കാലത്തും ചുങ്കക്കാരും പടജ്ജനവും തങ്ങൾ എന്ത് ചെയ്യണമെന്ന് യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. നമുക്കറിയാം, അന്ന് റോമൻ ആധിപത്യമാണ്, റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് പലസ്തീൻ നാട് കീഴടങ്ങിയിരിക്കുന്നത്. മാത്രമോ അന്ന് ജനദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ അവർ ജനത്തെ പിഴിഞ്ഞെടുത്ത് പണം പിരിച്ച് റോമ സർക്കാരിന് കൊടുക്കുക. രണ്ടാമത് പടയാളികളുണ്ട്.
പടയാളികൾ. അത് റോമൻ അധികാരം ഇവിടെ നടപ്പാക്കാനായിട്ടാണ് അവർ. അപ്പോൾ ചുങ്കക്കാരായ ആളുകളും പടയാളികളുമായ ആളുകൾ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ അവസ്ഥ ഇതാ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുവീൻ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ വിട്ടേച്ച് പോ. ഇത് നിങ്ങൾ ചുങ്കക്കാർ ജനങ്ങളെ പിഴിഞ്ഞ് കാശ് പിടിച്ച് അവരുടെ അപ്രീതി നേടി സർക്കാരിന് അന്യദേശക്കാരായ അധികാരികൾക്ക് കൊടുക്കുകയാണ്. ഇത് നീതിയല്ല, നിർത്ത്. തലക്കരവും മറ്റും പിരിച്ചു കൊടുക്കുന്നു, നിർത്ത്, പിരിഞ്ഞു പോകും, നിങ്ങൾക്ക് ജോലി വേണ്ടാന്ന് വെക്കുക. അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്താ അവരോട് പറഞ്ഞത്? ഒന്നൊക്കെ പറഞ്ഞത്, നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത്. നീതിയായത് മാത്രമേ പിരിക്കാവൂ. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കാൻ പാടില്ല. നമുക്കറിയാം, സക്കായി പറയുമ്പോൾ അധികമായി അന്യായമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മടക്കി കൊടുക്കുക, പല മടങ്ങ് മടക്കി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്, സക്കായി പറഞ്ഞു. അപ്പോൾ അന്യായമായി പിരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മത്തായി, സുവിശേഷം എഴുതിയ മത്തായി പോലും ചുങ്കം പിരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെയും തൊഴിൽ. ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് കർത്താവിനെ വിളിച്ചത്. അവന് നിർമ്മല മനസാക്ഷിയോടുകൂടെയാണ് ആ സമയത്ത് അവൻ പെരുമാറിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചുങ്കക്കാരനായിരിക്കുമ്പോഴും നിർമ്മല മനസാക്ഷിയോടുകൂടി നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത്. ഇനി അടുത്തത്, പടയാളികൾ ചോദിച്ചപ്പോൾ ആരെയും ബലാത്കാരം ചെയ്യരുത്, പിന്നെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പ്പീൻ. പടയാളികൾ എന്ത് ചെയ്യുമായിരുന്നു? ആളുകളെ ബലാത്കാരം ചെയ്യും. ഇന്ന് പോലീസുകാരും മറ്റും ചെയ്യുന്നത് പോലെ പിടിച്ചു പറിക്കും, കൊടറാകാശം എന്ന് പറയും, കൈക്കൂലി മേടിക്കും. ആ പടയാളികൾ അന്ന് അങ്ങനെ അവർ ചെയ്തിരുന്നു. ആരെയും ബലാത്കാരം ചെയ്യരുത്, പിന്നെ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പ്പീൻ. ഉള്ളത് കൊണ്ട് തൃപ്തരായി ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർ കൈക്കൂലി വാങ്ങിക്കുന്നു എന്നൊക്കെയുള്ളൊരു ഒരു പ്രചരണമുണ്ട്. അതിൽ സത്യമുണ്ടായിരിക്കാം. എന്നാൽ എനിക്ക് നന്നായി അറിയാം, നിർമ്മല മനസാക്ഷിയോടുകൂടി 5 പൈസ പോലും കൈക്കൂലിയായി വാങ്ങിക്കാതെ, ഒരു സമ്മാനം പോലും വാങ്ങിക്കാതെ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു സമ്മാനം കൊടുത്താൽ അതുപോലും സ്വീകരിക്കാതെ നിർമ്മലതയോടെ ഉള്ള ശമ്പളം കൊണ്ട് മാന്യമായി ജീവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എനിക്ക് നന്നായി അറിയാം, ദൈവഭക്തരായ ആളുകളെ അറിയാം. നോക്കണേ, അതാണ് യോഹന്നാൻ സ്നാപകൻ ചുങ്കക്കാരോടും പടയാളികളോടും പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 12 മുതൽ 16 വരെ വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചുങ്കം പിരിക്കുന്നതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പറഞ്ഞില്ല, സർക്കാർ ഉദ്യോഗത്തിൽ തുടരുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി അടുത്തത് നമുക്കറിയാമല്ലോ, യേശുവും ശതാധിപനോട് ജോലി ഉപേക്ഷിക്കുവാൻ പറഞ്ഞില്ല. ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കി. പക്ഷേ കർത്താവ് ശതാധിപനോട് പറഞ്ഞില്ല, ഈ പണി നിനക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, നീ വിട്ടേച്ച് പോ. ശതാധിപനോട് തൻ്റെ ജോലി ഉപേക്ഷിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടില്ല. മാത്രമല്ല, പത്രോസ് കൊർന്നല്യോസിന് വീട്ടിൽ ചെന്നു. ദൈവവചനം പറഞ്ഞു, കൊർന്നല്യോസ് ഒരു ശതാധിപനായിരിക്കുമ്പോൾ തന്നെ ദൈവഭക്തനായി ജീവിച്ചിരുന്നു, പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രസാദകരമായ നിലയിൽ അവൻ തൻ്റെ ജീവിതം നയിച്ചിരുന്നു. അവൻ ശതാധിപനായിരിക്കുമ്പോൾ തന്നെ, പട്ടാള ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ അവൻ എത്രയോ സ്വീകാര്യമായ ജീവിതമാണ് ദൈവം മുമ്പിൽ നയിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ചെയ്യുന്ന ജോലി ഏത് എന്നുള്ളതല്ല, അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ആട്ടെ, പത്രോസ് അവരോട് ദൈവവചനം പ്രസംഗിച്ച് അവർ ആത്മസ്നാനാനുഭവം പ്രാപിക്കുകയും പത്രോസ് അവരെ സ്നാനപ്പെടുത്തുകയും പത്രോസിൻ്റെ നിർദ്ദേശപ്രകാരം അവർ സ്നാനമേൽക്കുകയും അവരെ പത്രോസ് ഉപദേശിക്കുകയും അവിടെ ഒരു കൂടിവരവിന് സംവിധാനമെല്ലാം ഒരുക്കിയിട്ടായിരിക്കും തീർച്ചയായിട്ടും പത്രോസും കൂടിയുള്ളവർ മടങ്ങിപ്പോകുന്നത്. അങ്ങനെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഇനിയും ഉണ്ടല്ലോ ഈ പട്ടാളപ്പണി അങ്ങ് നിങ്ങൾ എന്ന് പറഞ്ഞില്ല. പത്രോസ് കൊർന്നല്യോസിനോട് ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല. ഇനി അടുത്ത് നോക്കണം, പൗലോസ് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട് നീ നിൻ്റെ പണി വിട്ടുകളാ, എന്നെ പോലെ നിർമ്മലരായ ആളുകളെ ആമത്തിലിട്ട് പൂട്ടാൻ നീ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത് എന്നൊരിക്കലും പറഞ്ഞില്ല. സുവിശേഷം പ്രസംഗിച്ച പൗലോസിനെയും ശീലാസിനെയും അന്യായമായി അടിച്ച് മുറിവേൽപ്പിച്ച് അവരുടെ മുറിവുകളെ കഴുകി നമ്മളോട് വായിക്കുന്നത്, ശരിക്കും ശരീരം മുഴുവൻ മുറിവായിരുന്നു. സുവിശേഷ നിമിത്തം അന്യായമായി അവർ ഉപദ്രവിക്കപ്പെട്ടു, അങ്ങനെ മുറിവേറ്റ് കഷ്ടപ്പെട്ടു. മാത്രമല്ല, അത് കഴിഞ്ഞ് വെച്ച് കാലാമത്തിലിട്ട്
അകത്തെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുക. ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന ആരാ? കാരാഗൃഹ പ്രമാണി. ഈ കാരാഗൃഹത്തിൻ്റെ താക്കോൽ കാരാഗൃഹ പ്രമാണിയുടെ കയ്യിലാണ്. പക്ഷേ പൗലോസ് അവർ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല, നീ ഈ പണി നിർത്ത, ഇത് ഒരു ദൈവഭക്തന് യോജിച്ചതാണോ എന്ന് പറഞ്ഞില്ല. കാരാഗൃഹ പ്രമാണിയോട് അങ്ങനെ പറഞ്ഞില്ല. അവൻ ജോലിയിൽ തുടർന്നു. സ്നാനപ്പെട്ട ശേഷവും അവൻ ജോലിയിൽ തുടർന്നു നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇവർ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ ഇവരായിരുന്നപ്പോൾ ഒരു പാടി ദൈവത്തെ പുകഴ്ത്തി. സ്തോത്രം. പൗലോസും ശീലാസും വേദന, ശരീരമാസകലം വേദന ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. അതാണ് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് തങ്ങളുടെ ശരീരത്തിൽ ഒരു പൂരിപ്പിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ തന്നെ പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവർ, കാൽവറി ക്രൂശിന്മേൽ കർത്താവ് സഹിച്ച കഷ്ടത്തിൽ എന്തെങ്കിലും കുറവുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. കാൽവറി ക്രൂശിൽ കർത്താവ് സഹിച്ച കഷ്ടം അതിൻ്റെ തികവിൽ, അതിൻ്റെ പൂർണ്ണതയുള്ളതാണ്. യാഗമരണത്തിൽ യാഗമായി തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ട കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾ അത് പൂർണ്ണതയുള്ളതാണെങ്കിലും ആ ഒരുക്കപ്പെട്ട സുവിശേഷം ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ സുവിശേഷകന്മാരെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് കഷ്ടമനുഭവിച്ച് യാഗമരണത്തിന് തന്നെ ഏൽപ്പിച്ച് ഒരുക്കിയ തികവുള്ള സുവിശേഷ സന്ദേശം, തികവുള്ള സുവിശേഷം, ആ സുവിശേഷം ജനങ്ങളുടെ അടുക്കൽ എത്തിച്ചു കൊടുക്കുന്ന ആ ചുമതല സുവിശേഷകന്മാർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷയിൽ ഒരുവൻ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിരുന്ന് സൽക്കാരം നടക്കുമ്പോൾ വിരുന്നെല്ലാം ഒരുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പാടാണ്. വിരുന്ന് എല്ലാം റെഡിയാക്കി കഷ്ടപ്പെട്ട് എല്ലാം ഒരുക്കി. എന്നാൽ വിരുന്നുകാർക്ക് അത് വിളമ്പിക്കൊടുക്കുമ്പോൾ ആ വിളമ്പിക്കൊടുക്കുന്നത് തന്നെ ഒരു ആയാസപ്പെട്ട പണിയല്ലേ. അത് വിളമ്പിക്കൊടുക്കുന്നതിൻ്റെ ആയാസം എന്ന് പറഞ്ഞാൽ അത് ഒരുക്കിയവരുടെ കഷ്ടപ്പാടിൻ്റെ തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കഷ്ടപ്പാട് പൂർണ്ണ ഒന്നും ചെയ്യാനില്ല. അവർ ഒരുക്കുന്ന കാര്യം കംപ്ലീറ്റായിട്ട് അവർ പൂർത്തീകരിച്ചു. ഒരുക്കുന്നത് അവർ കംപ്ലീറ്റായിട്ട് പൂർത്തീകരിച്ചു. അതിലൊട്ടും കുറവില്ല. ഇനി ഒന്നും അതിനോടുകൂടെ കൂട്ടിച്ചേർക്കാനില്ല. പക്ഷേ അത് വിരുന്നുകാർക്ക് വിളമ്പിക്കൊടുക്കണം. വിളമ്പിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലിനകത്ത് കാര്യമില്ലല്ലോ. ആ വിളമ്പിക്കൊടുക്കുക എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആയാസപ്പെടൽ, ആ ആയാസം അത് ഒരുക്കിയതിൻ്റെ കഷ്ടതയിൽ അതിൻ്റെ പിന്തുടർച്ചയാണെന്ന് പറയാം. ഇതുപോലെയാണ് കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നാം നമ്മുടെ ശരീരത്തിൽ അവൻ്റെ സഭയ്ക്കു വേണ്ടി പൂരിപ്പിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഇപ്പോൾ ആട്ടെ, പൗലോസിനും ശീലാസിനും ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ പറഞ്ഞ വാക്യം കൊലോസ്യ ലേഖനം 1-24 വാക്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആട്ടെ പ്രിയമുള്ളവരെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഒരു പങ്കാളിത്തം ഉണ്ടായെന്ന് പറയും ഭയങ്കര സന്തോഷം. ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദത്തോടെ അവർ ദൈവത്തെ പാടി സ്തുതിക്കുക. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായ ഞങ്ങളെ എണ്ണിയല്ലോ, അവിടുത്തെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക. അങ്ങനെ ആർത്ത് പാടി അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം, ദൈവം ഒരു ഭൂകമ്പം അയച്ചു. ആ കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങി, ഇളകി, വാതിൽ താനെ തുറന്നുപോയി. ആരാധിച്ചപ്പം ബന്ധനം കഴിഞ്ഞു എന്നൊക്കെ. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ജീവിതവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കൊടുക്കുന്നത്, അല്ലാതെ പാട്ട് പാടുന്നതിനകത്ത് ഒതുക്കുന്നതൊന്നുമല്ല. അപ്പോസ്തലൻ രാത്രികാലം ആരാധിച്ച വേദപുസ്തകവുമായി ബന്ധമുള്ള പാട്ടൊന്നും അല്ല. അത് കൃത്യത പോരാ. അപ്പോസ്തലൻ രാത്രികാലെ പാടി സ്തുതിച്ചപ്പോൾ അന്ന് പാടിക്കും. അപ്പോൾ കാരാഗ്രഹം തടവുകാർ പോയി കഴിഞ്ഞു, ഇരുട്ടാ, രക്ഷപ്പെട്ട് കാണുമെന്ന് നീ ജീവിച്ചതിന് കാര്യമില്ല, വാള് ഒരു തരത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് തന്നെ ഒരു ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് വിളിച്ച് പറഞ്ഞ പൗലോസിൻ്റെ ശബ്ദം കേട്ട് ചാടി വെളിച്ചം ചോദിച്ചോണ്ട് ചാടി അകത്ത് വീണു. കാൽക്കൊരു സൗരന്മാരെ, യജമാനന്മാരെ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ രക്ഷയിലേക്ക് വന്നു. ആ രാത്രി തന്നെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മുറിവുകളെ കഴുകി അവർക്ക് ഭക്ഷണം കൊടുത്തു. നോക്കണേ, സ്തോത്രം. എന്നിട്ട് അവർ ദൈവവചനം അവരോട് പ്രസംഗിച്ചു. ദൈവത്തിന് വിശ്വസ്തരുടെ വീടടക്കം ആനന്ദിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും അവരെ കൊണ്ടുവന്ന് ഈ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. അതുകൊണ്ടല്ലേ പിറ്റേ ദിവസം കോൽക്കാർ വന്നു അവരെ വിട്ടേക്കാൻ പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, അത് കൊള്ളാം, റോമാപ്പൗരന്മാരായ ഞങ്ങളെ വിസ്താരം കൂടെ അത് അടിച്ചകത്ത് കാരാഗ്രഹത്തിൽ ഇട്ടേച്ച് ഇപ്പോൾ ആര് പറയാ ഞങ്ങളെ പുറത്താകുന്നു? വേണ്ട, അവർ തന്നെ വരാൻ പറഞ്ഞു. അവർ തന്നെ വരാൻ പറഞ്ഞപ്പോൾ
അയ്യോ അവർ റോമാ പൗരന്മാരാണോ എന്നുള്ളവർ പറഞ്ഞിട്ട് അവർ അധികാരികൾ വന്ന് നല്ല വാക്ക് പറഞ്ഞ് അവരെ കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ നോക്കട്ടെ, കാരാഗ്രഹ പ്രമാണി തൻ്റെ ജോലിയിൽ 100% വിശ്വസ്തനായിരുന്നു. താൻ കാരാഗ്രഹ പ്രമാണിയാണെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിനെയും ശീലാസിനെയും തൻ്റെ ഇഷ്ടപ്രകാരം തുറന്നു വിടാൻ എനിക്ക് അനുവാദമില്ല. പൗലോസിന് ഈ വിവരങ്ങളൊക്കെ അറിയാം, പൗലോസ് ശീലാസിനും. അതുകൊണ്ട് അവർ സ്വന്തമായി രാത്രി വീട്ടിൽ ചെന്നു, ഭക്ഷണം കഴിച്ചു, അവർ മുറികളൊക്കെ കഴുകി കെട്ടി അവരുടെ ദൈവജനം പ്രസംഗിച്ചു. അവർ ദൈവത്തിൽ വിശ്വസിച്ച് വീടൊക്കെ അവർ ആനന്ദിച്ച് സന്തോഷിക്കുന്നത് കണ്ട് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവരെ ദൈവകൃപയിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു വെളുപ്പാങ്കാലമായപ്പോൾ അവർ ശരി ഞങ്ങളെ തിരിച്ച് കാരാഗ്രഹത്തോട് കൊണ്ട് ഇട്ടേരെ എന്ന് പറഞ്ഞ് കാരാഗ്രഹ പ്രമാണി അവരെ തിരിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് അവരെ തിരികെ അവിടെ പാർപ്പിച്ച് കാണും. സ്തോത്രം. ശീലാസും കാരാഗ്രഹത്തിലേക്ക് തന്നെ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കാനാണ് സാധ്യത. പിറ്റേന്ന് രാവിലെ കോൽക്കാർ വന്ന് പറഞ്ഞ വിവരം കാരാഗ്രഹ പ്രമാണിയാണ് വന്ന് പൗലോസിനെ അറിയിക്കുന്നത്. അവർ കാരാഗ്രഹ പ്രമാണി അടുത്താണ് വന്നത്. കാരാഗ്രഹ പ്രമാണി വന്ന് അറിയിക്കുമ്പോൾ പൗലോസിന് മറുപടി കേട്ടപ്പോൾ അധികാരികൾ തന്നെയാണ് അവരെ കാരാഗ്രഹത്തിൽ പുറത്തു കൊണ്ടുപോവുകയായിരുന്നു. നോക്കണേ, മാത്രമല്ല നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കൊരിന്ത് പട്ടണത്തിലെ ഭണ്ഡാര വിചാരകനായ എരസ്തോസ്, റോമാലേഖനം 16-23 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ കൊരിന്ത് പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോസ്, അവൻ ദൈവവൈതലായിരുന്നു, രക്ഷിക്കപ്പെട്ടവനായിരുന്നു. ഇനി കൈസറുടെ അരമനയിലും വിശുദ്ധന്മാരുണ്ടായിരുന്നു. ഫിലിപ്പ് ലേഖനം 4-22 വാക്യം വായിക്കുമ്പോൾ കൈസറുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പം ദൈവഭക്തന്മാരായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് അവർക്ക് ജീവിക്കാൻ, ഒരു ദൈവവചനം ജീവിക്കാൻ കഴിയും. നോക്കണേ, രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും കഴിക്കണം. അത് ദൈവസ്ഥൽ പ്രസാദകരമാണ്. അവരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി ഒരു ദൈവത്തിൽ ഇരിക്കാൻ കഴിയുമോ? സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും, തീർച്ചയായിട്ടും കഴിയും. അവൻ നിർമ്മല മനസാക്ഷിയോടുകൂടി ദൈവവചനത്തിൻ്റെ പ്രമാണപ്രകാരവും ഒരു മാതൃകാ ജോലിക്കാരനായിരിക്കണം. ഒരിക്കലും സമൂഹം കൈക്കൂലി ഇഷ്ടപ്പെടുന്നില്ല. കൈക്കൂലി മേടിക്കാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, ചെയ്യാനുള്ള ചുമതലയിൽ വിശ്വസ്തനായിരിക്കുന്ന, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്യുന്ന, നോക്കണേ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവമക്കൾ സർക്കാർ ഉദ്യോഗത്തിലേക്ക് വരണമെന്നാണ് തോന്നുന്നത്. ദൈവമക്കൾ കുറഞ്ഞ പക്ഷം സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർ ദൈവമക്കളാകുവാനായിട്ട് ശുശ്രൂഷിക്കണം. സ്തോത്രം. അങ്ങനെ ശുശ്രൂഷിക്കണം. അങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ അവർ ദൈവമക്കളായി കഴിയുമ്പോഴേക്കും ഈ ഭരണ സംവിധാനം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുകയല്ലേ. അങ്ങനെ ഈ ഉദ്യോഗസ്ഥരായ ആളുകളുടെ ഇടയിൽ EPPF എന്ന് പറയുന്ന ഒരു സംഘടന, എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷണൽസ് പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നൊരു സംഘടന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പ്രൊഫഷണൽസായ ആളുകളുടെ ഇടയിലും പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ MC കുര്യൻ സാറ, അദ്ദേഹം ബാങ്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ചതിൽ പോയി. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാർ ഉദ്യോഗത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു ദൈവബദലിന് പാടില്ലാത്ത കാര്യമല്ല. അത് വിശ്വസ്തയോടെ അത് ചെയ്യണം. അപ്പോൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പൗലോസ് പറയും, തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് കണ്ടില്ലേ, വേണ്ടി യാചന, പ്രാർത്ഥന, പക്ഷപാതം, ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം അധികാരസ്ഥന്മാർക്ക് വേണ്ടി. മാത്രമല്ല, നിയമനിർമ്മാതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാര്യം അവരുണ്ടാക്കുന്ന നിയമങ്ങളല്ലേ ഈ ഉദ്യോഗസ്ഥർ നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് നിയമനിർമ്മാതാക്കളായ നമ്മുടെ MP-മാരും MLA-മാരും അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആവശ്യമുണ്ട്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഇന്നും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു മുസ്ലിം ഭരണാധികാരം, അത് തിയോക്രാറ്റിക് നേഷൻസാണ് എന്ന് പറഞ്ഞാൽ മതാധിഷ്ഠിത രാജ്യങ്ങളാണ്. അവിടെ വേറെ ഒരു മതവും അംഗീകരിക്കപ്പെട്ട മതമായിരിക്കുവാൻ ഒരർത്ഥത്തിൽ കഴിയുകയില്ല. എങ്കിൽ പോലും അവിടെയും ദൈവം തൻ്റെ മക്കൾക്ക് കൂടി വരുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മുമ്പ് അവിടെ ബ്രിട്ടീഷുകാർ ആ ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് കൊണ്ട് അവരുടെ ഉത്സാഹത്തിൽ അവിടെ കൂടിവരവിനുള്ള പള്ളികളും അങ്ങനെ കൂടിവരവിനുള്ള സ്ഥാപനങ്ങളും സ്ഥലങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു. അതുകൊണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, സൗദി അറേബ്യ ഒഴികെ, ഇപ്പോൾ ഖത്തറും ആ നിലയിലേക്ക് ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള കൂടിവരവിനുള്ള കൂടിവരവുകൾക്കുള്ള പ്രത്യേക സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും.
ദൈവങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വൈര്യതയോടും സമാധാനത്തോടും കൂടി നമുക്കിവിടെ കർത്താവിനെ സേവിച്ചു പോകുവാനായിട്ട് കഴിയും. അതാണ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ശ്രേഷ്ഠമായ അധികാരങ്ങൾ കീഴടങ്ങുക. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ അയ്യേ കർത്താവ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം പറയരുത്, പ്രസംഗിക്കരുത്. കർത്താവിൻ്റെ വചനം അങ്ങനെ അല്ലല്ലോ പറയുന്നത്, കർത്താവിൻ്റെ വചനം അങ്ങനെ അല്ലല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്തോത്രം തെറ്റായ വഴികളിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കുകയും തെറ്റായ നടപടികളിലൂടെ തെറ്റായ മാർഗത്തിലൂടെ അധികാരസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് നമ്മൾ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യണം. ഒരിക്കലും അതൊരു ദൈവത്തിന് യോജിച്ചൊരു കാര്യമല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ നിർമ്മല ഹൃദയത്തോടെ മറ്റെല്ലാവർക്കും മാതൃകയായി, സമൂഹത്തിൻ്റെ മാതൃകാ പുരുഷനായി നിങ്ങൾ ജീവിക്കുവാനായിട്ട് കഴിയും. എനിക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദനായ വളരെ ഉന്നതമായ ഒരു സർക്കാർ ജോലിയിൽ അദ്ദേഹം നിന്നപ്പോൾ ജനങ്ങളുമായി അടുത്തിടപഴകുവാൻ ആവശ്യമുള്ള ഒരു ജോലി അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നാട്ടുകാർ മുഴുവൻ പേരും കൂടി മന്ത്രിയെ പോയി കണ്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ നിർബന്ധിക്കുകയും ഓർഡർ തിരുത്തിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. എനിക്ക് ആ വ്യക്തികളെയും അറിയാം, പ്രിയപ്പെട്ടവരെ. അങ്ങനെ എത്ര മാതൃകാ പുരുഷന്മാരായി ദൈവം നമുക്ക് തന്ന ശുശ്രൂഷ എന്ന നിലയിൽ നിങ്ങളുടെ സർക്കാർ ജോലിയാണോ നിങ്ങളത് ചെയ്യുക. അതെ, അന്ന് റോമൻ ഭരണത്തിന് കീഴിലിരുന്നപ്പോൾ പോലും പടയാളികളോടും ചുങ്കക്കാരോടുമൊക്കെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശതാധിപന്മാരുണ്ടായിരുന്നു. കൊരിന്ത് പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകൻ ദൈവവേദനായിരുന്നു. അങ്ങനെ വിശ്വസ്തരായി ദൈവമക്കളായി കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ, അധികാരസ്ഥാനത്താണെങ്കിലും അങ്ങനെ സാക്ഷികളായി നിൽക്കുവാൻ, മാതൃകയുള്ള ജോലിക്കാരായി നിൽക്കുവാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കർത്താവ് കൃപ നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് വരെയും സ്വൈര്യമായി ഇവിടെ ജീവിക്കുവാനും ദൈവവചനം പ്രസംഗിക്കുവാനും കർത്താവിൻ്റെ വചനപ്രകാരമുള്ള കൂട്ടായ്മയിൽ തുടരുവാനും നമുക്ക് സ്വൈര്യമായ സാഹചര്യം ഒരുക്കേണ്ടതിനായി നമുക്ക് അധികാരസ്ഥർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവ്വകൃപാലുവായ ദൈവം നമുക്കതിനുള്ള ഉൾക്കാഴ്ചയും അതിനുള്ള മനസ്സൊരുക്കവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങയുടെ തിരുവെഴുത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഭരണകർത്താക്കളായ ഞങ്ങളുടെ ബഹുമാന്യരായ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അധികാര സംവിധാനം അവിടുന്ന് നിയമിച്ചതെങ്കിലും കർത്താവ്, അധികാര സ്ഥാനത്ത് വരുന്ന ആളുകളെ കർത്താവ് ദുഷ്ടനായവന് സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. തിരുവെഴുത്തത് വെളിപ്പെടുത്തുന്നല്ലോ. അപ്പം അവരെ ആ സ്വാധീനത്തിൽപ്പെടാതെ അവർ നിർമ്മല മനസാക്ഷിയോടും ദൈവവചനത്തെ അനുസരിച്ച് കർത്താവ് ദൈവ പ്രമാണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കർത്താവെ മാതൃകയുള്ള നിലയിൽ പ്രത്യേകിച്ച് നിയമനിർമ്മാതാക്കൾ കർത്താവെ അവർ തിരുമേനിയാൽ നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനം, കർത്താവെ തിരുമേനിയാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം അവർക്കുണ്ടാകുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സർക്കാർ ജോലിയിൽ അധികാരികളായി ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ കർത്താവെ ദിവ്യാഗ്രഹികളാകുവാനോ കർത്താവെ തെറ്റായ വഴികളിലേക്ക് പോകുവാനോ ഒരിക്കലും ഇടയാകാതെ കർത്താവെ മാതൃകയുള്ള ജോലിക്കാരായിരിക്കാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളായി കർത്താവെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കുന്നവർക്ക് തിരുമേനി കൃപ ചെയ്യണമേ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള കൃപ ചെയ്യണമേ. കർത്താവെ അധികാരികൾക്ക് അതിനുള്ള കൃപ ചെയ്യണമേ. കോടതികൾക്ക്, ജഡ്ജിമാർക്ക്, വക്കീലന്മാർക്ക് അവർക്കെല്ലാവർക്കും നല്ല തിരുമേനി കൃപ നൽകണമേ. ഞങ്ങളുടെ രാജ്യം അങ്ങയുടെ സാക്ഷ്യത്തിന് അനുയോജ്യമായൊരു സാഹചര്യമുള്ള ഒരു രാജ്യമായിരിക്കാൻ തക്കവണ്ണം തിരുമേനി ഞങ്ങൾക്ക് കൃപ നൽകണമേ. മഹത്വം എടുക്കണമേ. കർത്താവെ, അങ്ങയുടെ വരവ് വരെയും സ്വൈര്യമായി അങ്ങയുടെ സാക്ഷികളെ നിൽപ്പാനുള്ള സാഹചര്യം അനുവദിക്കുന്നതിനാൽ സ്തോത്രം. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.